ഞാൻ അടുത്ത ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്. എന്താണെന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. CIR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഏതെങ്കിലും രീതിയിൽ 1,00,000 അതിൽ കൂടുതലുള്ള ഏതെങ്കിലും കടം അടയ്ക്കാതെ വരുമ്പോഴാണ്. ഈ പറയുന്ന വ്യക്തികൾക്ക് മാത്രമാണ് CIR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോർപ്പറേറ്റ് ഡെപ്റ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഓപ്പറേഷണൽ ക്രെഡിറ്റർ. ഞാൻ അടുത്തത് ഈ പറയാൻ പോകുന്ന 4 വ്യക്തികൾക്ക് CIR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, CIR പ്രോസസ്സ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അവർക്ക് CIRP വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പോയിൻറ്റ്, 12 മാസം മുന്നേ ഏതൊക്കെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സാണോ അവരുടെ CIRP അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. തേർഡ് പോയിൻറ്റ്, റെസൊല്യൂഷൻ പ്ലാൻ അതുണ്ടാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ CIRP പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലിക്വിഡേഷൻ ഓർഡർ നടത്തി കഴിഞ്ഞാലും CIRP പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. CIR പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഡിഫോൾട്ട്. അപ്പോൾ ഏതൊരു കോർപ്പറേറ്റ് ഡെപ്റ്റർ 1,00,000 അതിൽ കൂടുതൽ എന്തെങ്കിലും കടം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല, മൊത്തത്തിലോ അല്ലെങ്കിൽ പകുതിയായിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് അവിടുത്തെ ട്രിഗർ ഇവൻറ്റ്. അപ്പോൾ ഈ ട്രിഗർ ഇവൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ CIR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്താണ് ഫയലിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ബിഫോർ NCLT. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ CIRP അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് പറ്റുള്ളൂ. അതായത് ഓപ്പറേഷണൽ ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, കോർപ്പറേറ്റ് ഡെപ്റ്റർ. അപ്പോൾ ഈ പറഞ്ഞ 3 പേര് താഴെ കൊടുത്തിരിക്കണം ഓരോ പോയിൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് പിന്നെ ആപ്ലിക്കേഷൻ ഫോമും കൂടി കൂട്ടിയിട്ട് വേണം NCLTക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഓപ്പറേഷൻ ക്രെഡിറ്റർ ആണെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യണം. കോപ്പി ഓഫ് ഡിമാൻഡ് നോട്ടീസ്, കോപ്പി ഓഫ് ഇൻവോയ്സ്, നെയിം ഓഫ് IRP, കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡെറ്റ് നോട്ട് പെയ്ഡ്, കോപ്പി ഓഫ് എനി റെക്കോർഡ് വിത്ത് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി, എനി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ഡിഫോൾട്ട്. ഓക്കെ, ഞാൻ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെങ്കിൽ റെക്കോർഡ് ഓഫ് ഡിഫോൾട്ട്, റെക്കോർഡ് വിത്ത് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി, നെയിം ഓഫ് IRP അതും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യണം. കോർപ്പറേറ്റ് ഡെപ്റ്റർ ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ്, നെയിം ഓഫ് IRP, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് അഡ്മിഷൻ ഓർ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ബൈ NCLT. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ OC ആണെങ്കിലും FC ആണെങ്കിലും CD ആണെങ്കിലും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷൻ ഫോമും ഈ NCLTക്ക് സബ്മിറ്റ് ചെയ്തു. NCLT അത് വായിച്ച് നോക്കിയിട്ട് അത് 14 ദിവസത്തിനുള്ളിൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 2 കാരണത്താൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം 14 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ എററോ അല്ലെങ്കിൽ ഡിഫക്റ്റോ അങ്ങനെ അത് സംബന്ധിച്ചിട്ടുള്ള രീതിയിലാണ് അവർ റിജക്റ്റ് ചെയ്യണമെങ്കിൽ അവർ 7 ദിവസം ഒന്നും കൂടി കൊടുക്കും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് മൊറട്ടോറിയം. അപ്പോൾ NCLT ഇപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം NCLT എന്ത് ചെയ്യും? മൊറട്ടോറിയം പീരീഡ് ഡിക്ലെയർ ചെയ്യും. മൊറട്ടോറിയം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡിൽ കമ്പനിക്കെതിരെ ആരും ഒരു ആക്ഷനും കൊണ്ട് വരാൻ പാടില്ല. കമ്പനി ഈ പീരീഡിൽ സാധാരണ പോലെ വർക്ക് ചെയ്യും, പക്ഷേ ആരും കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ മൊറട്ടോറിയം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊറട്ടോറിയം ഓർഡർ ഏത് ഡേറ്റ് മുതലാണോ പാസ്സാക്കിയത് ആ ഡേറ്റ് മുതൽ CIR പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണ ആ ഡേറ്റ് വരെയാണ് മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ NCLT മൊറട്ടോറിയം പീരീഡിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്നാൽ അലോ ചെയ്യുന്ന ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. അതായത് ഈ കോർപ്പറേറ്റ് ഡെപ്റ്റിനെതിരെ ആരും കേസ് ഫയൽ ചെയ്യരുത്. അതുപോലെ തന്നെ സർഫേസി ആക്ടിൻ്റെ കീഴിൽ വരുന്ന യാതൊന്നും ഈ കമ്പനിക്കെതിരെ ഫയൽ ചെയ്യരുത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റർ അവരുടെ അസറ്റ്സോ ട്രാൻസ്ഫർ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനൊന്നും പാടില്ല ഈ പീരീഡിൽ. അതുപോലെ റിക്കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതാണ് പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ്. ഞാൻ അലൗഡ് ആക്ടിവിറ്റീസിൻ്റെ അകത്ത് കമ്പനിക്ക് അവരുടെ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് അവർക്ക് ചെയ്യാം. പിന്നെ ഈ കോർപ്പറേറ്റ് ഡെപ്റ്റിന് വേണമെങ്കിൽ ഷുവർട്ടി ആയിട്ടോ ഗ്യാരണ്ടി ആയിട്ടോ വേണമെങ്കിൽ നിൽക്കാം. ഇതൊക്കെയാണ് അലൗഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ മൊറട്ടോറിയം പീരീഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ IRPനെ അപ്പോയിൻറ്റ് ചെയ്യണത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് IRP അപ്പോയിൻമെൻറ്റ്, ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ. അപ്പോൾ IRPനെ അപ്പോയിൻറ്റ് ചെയ്യണത് ഒന്നല്ലെങ്കിൽ NCLT അല്ലെങ്കിൽ IBBI. അത് 14 ദിവസത്തിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി IRPയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്.
കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നത് IRP ആണ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നത് IRP ആണ്. അതുപോലെ തന്നെ ഓഫീസേഴ്സ്, മാനേജേഴ്സ്, അതൊക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും IRPയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. IRPക്ക് ഈ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സൊക്കെ നോക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ IRPയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രവർത്തിക്കേണ്ടത്. IRPയുടെ വേറൊരു ഡ്യൂട്ടിയാണ് കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സംരക്ഷിക്കണം. കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് മുമ്പ് എങ്ങനെയാണോ ബിസിനസ് മാനേജ് ചെയ്യണം അതേപോലെ തന്നെ IRP മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഈ പറഞ്ഞ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യണതും IRPയുടെ ചുമതലയാണ്. വേറെ ഏതെങ്കിലും കോൺട്രാക്ട്സിൽ എൻട്രി ചെയ്യണതും IRPയുടെ ഡ്യൂട്ടി പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഫിനാൻസ് അതൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതും IRPയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എംപ്ലോയീസ്, ഓഫീസേഴ്സിനൊക്കെ ഓർഡർ കൊടുക്കുന്നതും IRPയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിന് പകരമായിട്ട് ഈ IRP പറയുന്ന കാര്യങ്ങളായിരിക്കണം ആ കമ്പനി നിയമപ്രകാരം ചെയ്യേണ്ടത്. അതുപോലെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിന് ഏതെങ്കിലും അസറ്റ് കസ്റ്റഡി വെക്കാനായിട്ടുള്ള റൈറ്റ് IRP ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി വഴി ഇവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ രൂപീകരിക്കാനായിട്ടുള്ള റൈറ്റ് IRPക്ക് ഉണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ ക്ലെയിംസും ഒരുമിച്ച് ആക്കേണ്ട ആ ഒരു ചുമതല IRPക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ഓപ്പറേഷൻ പേയ്മെൻറ്റ്സ്, ലിസ്റ്റ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി IRPക്ക് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ IRPയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ ഇവിടെ IRP അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് പബ്ലിക് അനൗൺസ്മെൻറ്റ്, PA. നമ്മളിപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത IRPയിലെ ആ IRP ഈ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ CIR പ്രോസസ്സ് ആരംഭിച്ചു എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം. ഓക്കെ, ചുമ്മാ അനൗൺസ് ചെയ്താൽ പോരാ, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അനൗൺസ്മെൻറ്റിനകത്ത്. കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ പേരും അഡ്രസ്സും, പിന്നെ IRPയുടെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അവസാനത്തെ ഡേറ്റ്, പിന്നെ തെറ്റായ ക്ലെയിംസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പെനാൽറ്റീസ്, CIR പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീഷൻ ഡേറ്റ്, അതൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് ഈ പബ്ലിക് അനൗൺസ്മെൻറ്റിൻ്റെ അകത്ത് പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് IRPനെ അപ്പോയിൻറ്റ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പബ്ലിക് അനൗൺസ്മെൻറ്റിന് ശേഷം ഇവിടെ COC രൂപീകരിക്കണം. അത് IRPയുടെ ചുമതലയാണ്. എന്താണ് COC എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. അതായത് ആ കമ്പനിയുടെ എല്ലാ ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, ഒരു കമ്മിറ്റി ഫോം ചെയ്യും. അതിനെയാണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ COC ഫോം ചെയ്ത 7 ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് മീറ്റിംഗ് അവർ വെക്കണം. ഇനി COCയുടെ കോമ്പോസിഷൻ നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഡെപ്റ്ററും ഈ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് അൺറിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് COCയുടെ മെമ്പറാവാം. ഫിനാൻഷ്യൽ ക്രെഡിറ്ററും ഈ കോർപ്പറേറ്റ് ഡെപ്റ്റർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ട്, റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം അതിൻ്റെ കോമ്പോസിഷൻ. അതായത് ഓപ്പറേഷണൽ ക്രെഡിറ്റർ 18 പേര് വേണം, വർക്ക്മെൻസ് റെപ്രസെൻറ്റേറ്റീവ് ഒരാൾ വേണം, എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ് ഒരാൾ. ഇതാണ് കോമ്പോസിഷൻ. ഈ റിലേഷൻഷിപ്പുള്ള ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ വോട്ട് ചെയ്യാനോ ആയിട്ടുള്ള അവകാശമില്ല. പിന്നെ പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യൽ ക്രെഡിറ്ററുമാണ്, ഓപ്പറേഷണൽ ക്രെഡിറ്ററും ആണെങ്കിൽ അയാളുടെ ഓപ്പറേഷണൽ ഡെപ്റ്റ് എന്തോരം ഉണ്ടോ അതനുസരിച്ചായിരിക്കും അയാളെ ഓപ്പറേഷണൽ ക്രെഡിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ അയാളുടെ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്തോരം ഉണ്ടോ അതനുസരിച്ചായിരിക്കും അയാളെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യണത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് COC. അപ്പോൾ നമ്മൾ COCനെ രൂപീകരിച്ചു. ആ COCയുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ IRP തന്നെ COCയുടെ ഫസ്റ്റ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള നോട്ടീസ് ഈ പറഞ്ഞ ആൾക്കാർക്ക് അയക്കണം. ആദ്യം COCയുടെ മെമ്പേഴ്സിന് അയക്കണം, പിന്നെ ആ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ പിരിച്ചുവിട്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല, അതിൻ്റെ മെമ്പേഴ്സിന് അയക്കണം, പിന്നെ ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിന് അയക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നോട്ടീസ് അയക്കണം. ഇങ്ങനെ COC ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ മീറ്റിങ്ങിൽ ക്വാറം 33% അതിൽ കൂടുതലുണ്ടായിരിക്കണം. അതായത് മിനിമം ഇത്ര പേര് വോട്ട് ചെയ്താൽ മാത്രമാണ് ഈ മീറ്റിംഗ്
വയ്ക്കത്തുള്ളൂ. അപ്പോൾ മിനിമം 33% വോട്ടിങ്ങിലും ഉണ്ടായിരിക്കണം മെമ്പേഴ്സിൻ്റെ. എന്നാൽ മാത്രമാണ് COC ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുള്ളൂ. COCയുടെ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് അപ്പോയിൻമെൻറ്റ് ഓഫ് RP. COCയുടെ ഉള്ളിലുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ 66% അതിൽ കൂടുതൽ വോട്ട്സ് കിട്ടിയാൽ മാത്രമാണ് ഈ പറഞ്ഞ IRPനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IPനെ നമ്മൾ RP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണത്. ഇനി അടുത്ത റെസൊല്യൂഷൻ പ്രൊഫഷണലിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ടുള്ള പവർ RPക്കുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ ആസറ്റ് പ്രോപ്പർട്ടി അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള പവറുണ്ട്. പിന്നെ റെസൊല്യൂഷൻ പ്രോസസ്സിലോട്ട് വേണ്ട ആപ്ലിക്കേഷൻസിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. പിന്നെ കിട്ടിയ റെസൊല്യൂഷൻ പ്ലാൻസൊക്കെ COCയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. അതുപോലെ റെസൊല്യൂഷൻ പ്രോസസ്സിന് വേണ്ട ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി RPക്കുണ്ട്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റാനായിട്ടുള്ള പവറുണ്ട്. ഓണർഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള പവർ RPക്കുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി RPക്കുണ്ട്. അതുപോലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പവർ RPക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അമെൻഡ് എനി കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെൻറ്റ്സ്, ഡെലിഗേറ്റ് അതോറിറ്റി, ഡിസ്പോസൽ ഓഫ് ഷെയർസ്, മേക്ക് എനി ചേഞ്ച് ദ മാനേജ്മെൻറ്റ്, ട്രാൻസ്ഫർ റൈറ്റ്സ്, മേക്ക് ചേഞ്ച് ഇൻ അപ്പോയിൻമെൻറ്റ് ഓർ ടേംസ് ഓഫ് കോൺട്രാക്ട്, ഇൻവൈറ്റ് പ്രോസ്പെക്റ്റീവ് റെസൊല്യൂഷൻ, ആപ്ലിക്കൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഇൻഫോർമേഷൻ മെമ്മറാണ്ടം. ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ്. ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഇൻഫോർമേഷൻ മെമ്മറാണ്ടം തയ്യാറാക്കും. എന്നിട്ട് അത് റെസൊല്യൂഷൻ ആപ്ലിക്കൻസ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുക്കും. ഈ റെസൊല്യൂഷൻ ആപ്ലിക്കൻസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇൻഫോർമേഷൻ മെമ്മറാണ്ടം ഒക്കെ വായിച്ച് നോക്കിയിട്ട് അവരുടെ ഒരു ബുദ്ധിയിൽ വരുന്ന ഒരു റെസൊല്യൂഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഈ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് തിരിച്ച് അയക്കും. ഓക്കെ, റെസൊല്യൂഷൻ പ്ലാനിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. CIRP കോസ്റ്റ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പിന്നെ ഡെപ്റ്റ് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡീറ്റെയിൽസ് വേണം. പിന്നെ ഈ റെസൊല്യൂഷൻ പ്ലാൻസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്, അതെങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്, ആ കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ റെസൊല്യൂഷൻ പ്ലാനിൻ്റെ വേറെ ഏതെങ്കിലും ലോസിൽ അത് ചീത്ത രീതിയിൽ അത് ബാധിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം കണ്ടൻറ്റ്. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ മെമ്മറാണ്ടത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ആദ്യമേ തന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി സകല ഇൻഫോർമേഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വേറെ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും ഇൻഫോർമേഷൻ മെമ്മറാണ്ടത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ് ഓഫ് RPൻ്റെ അകത്ത് പറഞ്ഞത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് അപ്രൂവൽ ഓഫ് റെസൊല്യൂഷൻ പ്ലാൻ ബൈ COC ആൻഡ് NCLT. അപ്പോൾ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കിട്ടിയ എല്ലാം റെസൊല്യൂഷൻ പ്ലാൻ COCയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് COC എല്ലാ റെസൊല്യൂഷൻ പ്ലാൻ നോക്കും. അതിൽ 66% അതിൽ കൂടുതൽ വോട്ട് കിട്ടിയ ഏതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്തിട്ട് NCLTക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, NCLT അത് വായിച്ച് നോക്കിയിട്ട് അത് ഓക്കെ പറയുകയാണെങ്കിൽ ആ റെസൊല്യൂഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, പക്ഷേ NCLT അത് വായിച്ച് നോക്കിയിട്ട് അത് റിജക്റ്റാണ് ചെയ്യണമെങ്കിൽ NCLT പറയും ലിക്വിഡേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. CIRP കോസ്റ്റിൻ്റെ അകത്ത് ഏതൊക്കെ കോസ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ IBBI എന്തെങ്കിലും കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ റെസൊല്യൂഷൻ പ്രൊഫഷണലിൻ്റെ ഫീസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്തെങ്കിലും ഒരു ചിലവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ CIR പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വഴി എന്തെങ്കിലും ചിലവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ CIRP പീരീഡിൽ ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ വഴി എന്തെങ്കിലും സാമ്പത്തിക കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് CIRP കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത CIRP കംപ്ലീറ്റ് ചെയ്യേണ്ട ടോട്ടൽ ടൈം പീരീഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം ലിമിറ്റ് എന്തൊക്കെയാണ്? മാക്സിമം 330 ഡേയ്സിനുള്ളിൽ CIR പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, 180 ഡേയ്സ് സാധാരണ സമയമാണ്. വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഒരു പ്രാവശ്യം മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, 90 ഡേയ്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അത് COCയുടെ 66% വോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് CIRPയുടെ ടൈം ലിമിറ്റുകൾ. അപ്പോൾ CIR ആ പ്രോസസ്സിനെ പറ്റി ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ഓക്കെ,
ആദ്യമേ തന്നെ കോർപ്പറേറ്റ് ആപ്ലിക്കൻ്റ് NCLTക്ക് ആപ്ലിക്കേഷൻസും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും കൂടിയിട്ട് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് NCLT അതെല്ലാം നോക്കിയിട്ട് മൊറട്ടോറിയം പ്രഖ്യാപിക്കും, മൊറട്ടോറിയം പീരീഡ്. അപ്പോൾ ആ പീരീഡിൽ തന്നെയാണ് ഈ IRPനെ അപ്പോയിൻറ്റ് ചെയ്യണത്. IRP അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം IRP പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഈ കോർപ്പറേറ്റ് ഡെപ്റ്റർ CIRലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം IRP COCനെ രൂപീകരിക്കണം. എന്നിട്ട് COC ആണ് തീരുമാനിക്കുന്നത് ഈ IRP തന്നെ RP ആയിട്ട് വെക്കണോ അതോ വേറെ ആരെങ്കിലും RP ആയിട്ട് വെക്കണമെന്ന്. ഓക്കെ, എന്നിട്ട് RP ആയിട്ട് വെച്ചതിന് ശേഷം ഈ RP ഇൻഫോർമേഷൻ മെമ്മറാണ്ടം പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ റെസൊല്യൂഷൻ ആപ്ലിക്കൻറ്റ് അവർക്ക് അയച്ചു കൊടുക്കും. അവരത് വായിച്ച് നോക്കി ഒരു റെസൊല്യൂഷൻ പ്ലാൻ തയ്യാറാക്കും. ആ റെസൊല്യൂഷൻ പ്ലാനെല്ലാം തയ്യാറാക്കിയതിന് ശേഷം അവർ തിരിച്ച് RPക്ക് അയക്കും. RP അത് COCക്ക് കൊടുക്കും. എന്നിട്ട് COC ഏത് പ്ലാനാണോ ഇഷ്ടപ്പെട്ടത് ആ പ്ലാൻ അപ്രൂവ് ചെയ്യും വിത്ത് 66% വോട്ടോടുകൂടി. എന്നിട്ട് അത് NCLTക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ NCLT ഈ പറഞ്ഞ റെസൊല്യൂഷൻ പ്ലാനൊക്കെ വായിച്ച് നോക്കിയിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ ആ റെസൊല്യൂഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. ഓക്കെ അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് തുടങ്ങിക്കോളാൻ പറയും. അപ്പോൾ ഇത്രേ ഉള്ളൂ CIR പ്രോസസ്സിൻ്റെ സമ്മറി. ഓക്കെ, താങ്ക് യു.